നമസ്തേ, ഞാൻ ഇന്ന് സോറിയാസിസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. സോറിയാസിസ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ എല്ലായിടത്തും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു രോഗമാണ് സോറിയാസിസ്. അതൊരു ത്വക്ക് രോഗമാണ്. നമുക്കറിയാം, ത്വക്ക് രോഗങ്ങളിൽ ഏറ്റവും ഗൗരവമുള്ളൊരു രോഗം തന്നെയാണ് സോറിയാസിസ്. സോ ഇപ്പോഴും അതിൻ്റെ കോസ് അല്ലെങ്കിൽ കാരണത്തിൽ ഇപ്പോഴും റിസർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ലേറ്റസ്റ്റ് റിസർച്ചുകൾ പ്രകാരം അത് ജെനറ്റിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് പറയുന്നു, ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ ഉണ്ടെന്ന് പറയുന്നു. ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ തന്നെ ഇമ്മ്യൂണിറ്റി, നമ്മുടെ തന്നെ പ്രതിരോധ സിസ്റ്റം അല്ലെങ്കിൽ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ തന്നെ സ്കിൻ ലെയേഴ്സിനെ, നമ്മുടെ തന്നെ ഓർഗൻസിനെ അറ്റാക്ക് ചെയ്യുന്നത്, എസ്പെഷ്യലി എപ്പിഡെർമിസിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടുണ്ടാകുമ്പോൾ സോറിയാസിസ് എന്ന് പറഞ്ഞ രോഗം ഉണ്ടാവും. അതിൽ മെയിനായിട്ടും അതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പാച്ചസ് പോലെ അല്ലെങ്കിൽ ശകലങ്ങൾ പോലെ ഇങ്ങനെ പാച്ചസ് പോലെ വന്ന് ഇച്ചിനെസ്, ചൊറിച്ചിലുണ്ടാവുകയും അതുപോലെ തന്നെ അത് പൊളിഞ്ഞു വരുന്ന ഒരു അവസ്ഥയും ആണ് മെയിനായിട്ടും സോറിയാസിസിൽ കണ്ടുവരുന്നത്. സോ പ്രധാനമായും തലയോട്ടികളിൽ അല്ലെങ്കിൽ തലയിൽ താരൻ, നമ്മൾ പലപ്പോഴും താരൻ എന്ന് പറഞ്ഞ് നെഗ്ലക്റ്റ് ചെയ്യുന്ന പല കണ്ടീഷനും ചിലപ്പോൾ സോറിയാസിസ് ആകാം. അതുപോലെ തലയിൽ, അതേപോലെ തന്നെ ചെവിയുടെ പിറകില്, നെയിൽസില്, അതുപോലെ ജോയിൻസില്, മുട്ടില്, എൽബോ ഏരിയയിലൊക്കെ മെയിനായിട്ടും കണ്ടുവരുന്ന ഏരിയകളാണ്. സോ ഇതിനെങ്ങനെയാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യാന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് ഒരു ഡെർമറ്റോളജിസ്റ്റ് അല്ലെങ്കിൽ ഡോക്ടറിൻ്റെ ശരിയായിട്ടുള്ള ഒരു പരിശോധനയിൽ മാത്രമേ സോറിയാസിസ് ഡയഗ്നോസിസ് നടക്കുകയുള്ളൂ. അതിൻ്റെ കൂടെ തന്നെ സ്കിൻ ബയോപ്സി, അതായത് നമ്മുടെ ശരീരത്തിൽ തന്നെ സ്കിൻ എടുത്തിട്ട് നമ്മൾ ബയോപ്സി എന്ന് പറയുമ്പോൾ മൈക്രോസ്കോപ്പിക് വ്യൂവിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ലാബ് എക്സ്പേർട്ടുകൾ നോക്കിക്കഴിയുമ്പോൾ മനസ്സിലാവും. അത് ബയോപ്സി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമുക്ക് സോറിയാസിസ് ആണോ അല്ല വേറെ എന്തെങ്കിലും സ്കിൻ കണ്ടീഷൻസ് ആണോ എന്നുള്ളത്. സോ മെയിനായിട്ട് നമ്മൾ പറഞ്ഞു, ഈ ലക്ഷണങ്ങൾ എല്ലാം തന്നെ നമ്മുടെ കുറേ ട്രിഗറിങ് ഫാക്ടേഴ്സ് ഇതിലുണ്ട്. പ്രധാനമായിട്ടും നമ്മൾ പറയുകയാണെങ്കിൽ ഭക്ഷണം, ഡയറ്ററി ചേഞ്ചസ് എസ്പെഷ്യലി റെഡ് മീറ്റുകൾ, അതായത് മട്ടൺ, ബീഫ്, പോർക്ക് പോലെ തന്നെ ഭക്ഷണങ്ങളുടെ അമിതമായിട്ടുള്ള ഉപയോഗം, അല്ലെങ്കിൽ കൂടുതലായിട്ടും നമ്മുടെ സൈക്കോളജിക്കലായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ടെൻഷൻ, സ്ട്രെസ്, ഇതൊക്കെയെല്ലാം ട്രിഗറിങ് ഫാക്ടേഴ്സ് ആണ്. അതുപോലെ തന്നെ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, വെയിറ്റ് ഗെയിൻ മൂലം ഉണ്ടാകുന്ന ഹോർമോണൽ ഇംബാലൻസ്, ഇതൊക്കെ സോറിയാസിസ് കണ്ടീഷൻ്റെ ട്രിഗറിങ് ഫാക്ടേഴ്സ് ആണ്. സോ എന്തൊക്കെയാണ് ഈ സോറിയാസിസിൻ്റെ ലക്ഷണങ്ങൾ എന്നുള്ളത് നമ്മൾ പറഞ്ഞു. റെഡ് പാച്ചസ്, സ്കെയിലിംഗ് ഉണ്ടാവും, ഇച്ചിങ് ഉണ്ടാവും, ചില സമയങ്ങളിൽ അത് നമുക്ക് ഊസിങ് പോലെ ഉണ്ടാവും, ഭയങ്കരമായിട്ട് ബേണിംഗ് സെൻസേഷൻ ഉണ്ടാവാം. സോ ഈ തരത്തിലുള്ള സ്കെയിലിംഗ് അല്ലെങ്കിൽ ഈ പാച്ചസ്, ഈ ശകലങ്ങൾ പോലെയുള്ള ഈ ഒരു അവസ്ഥേനെയാണ് നമ്മൾ സോറിയാസിസ് എന്ന് പറയുന്നത്. ആയുർവേദത്തിലെ സ്കിൻ ടൈപ്പുകളെ, സ്കിൻ കണ്ടീഷനെല്ലാം കുഷ്ഠം എന്ന് പറയുന്ന ഒരു രോഗമാണ് പറയുന്നത്. അതിൽ മെയിനായിട്ടും കിടിബകുഷ്ഠ, ഏകകുഷ്ഠ, സിഗ്മകുഷ്ഠ, ഈ 3 കാറ്റഗറിയിലും ഈ സോറിയാസിസിന്റെ സിംറ്റംസുകളെ കാണാറുണ്ട്. സോ നമ്മൾക്ക് എങ്ങനെ നമ്മുടെ സോറിയാസിസ് മാനേജ് ചെയ്യാമോ, ഇത് കംപ്ലീറ്റ് ക്യൂറബിൾ ഡിസീസ് ആണോ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഇറ്റ് ഈസ് എൻ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഇമ്മ്യൂണിറ്റി റെഗുലേഷൻ ആണ് നമ്മൾ മെയിനായിട്ടും ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇമ്മ്യൂണിറ്റി റെഗുലേറ്റ് ചെയ്യാൻ ആദ്യമായി ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ട്രിഗറിങ് ഫാക്ടേഴ്സിനൊക്കെ അവോയ്ഡ് ചെയ്യണം. അതിന് ഡയറ്റിൽ നമ്മൾ പഥ്യങ്ങളായിട്ടുള്ള സാത്വിക ആഹാര വിഹാരങ്ങൾ ഫോളോ ചെയ്യേണ്ടി വരും. റെഗുലർ എക്സസൈസസ്, യോഗ, പ്രാണായാമ, ഇതൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഈ യോഗ, പ്രാണായാമ ഒക്കെ നമ്മുടെ ശരീരത്തിലെ മാനസികമായിട്ടുണ്ടാകുന്ന ടെൻഷനെയും സ്ട്രെസ്സിനെയും ഒക്കെ ഡീസ്ട്രെസ് ചെയ്യാനും, അതുപോലെ തന്നെ മാനസികമായിട്ടുണ്ടാകുന്ന ട്രിഗറിങ് ഫാക്ടേഴ്സിനെ അവോയ്ഡ് അല്ലെങ്കിൽ എലിമിനേറ്റ് അല്ലെങ്കിൽ ഒമിറ്റ് ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ അടുത്ത പറയുകയാണെങ്കിൽ ആയുർവേദത്തിൽ പ്രകാരം സോറിയാസിസിന് എങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ ആയുർവേദത്തിൽ ശമന ചികിത്സയും ശോധന ചികിത്സാ രീതികളുമുണ്ട്. ശമന ചികിത്സ എന്ന് പറയുമ്പോൾ മരുന്ന് കൊടുത്തിട്ട് ഇന്റേണലി അല്ലെങ്കിൽ എക്സ്റ്റേണൽ തെറാപ്പി വഴി നമുക്ക് ഈ രോഗത്തിനെ ചികിത്സിക്കാം. അതുപോലെ തന്നെ ശോധന ചികിത്സ എന്ന് പറയുന്നുണ്ട്. ശോധന ചികിത്സ എന്ന് പറയുമ്പോൾ പഞ്ചകർമ്മ, അല്ലെങ്കിൽ 5 ഡീടോക്സിഫിക്കേഷൻ മെത്തേഡുകൾ ഫോളോ ചെയ്യാം. അതുപോലെ തന്നെ സ്കിന്നിന് ആവശ്യമായിട്ടുള്ള രസായന ചികിത്സകൾ നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഡയറ്ററി ചേഞ്ചസ് ചെയ്യാം, അതായത് പഥ്യങ്ങൾ ഫോളോ ചെയ്യാം. അബദ്ധങ്ങൾ, അതായത് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കാം. ഇതൊക്കെ ചെയ്യുന്നത് മൂലം നമുക്ക് ഈ സോറിയാസിസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷനെ നമുക്ക് ഒഴിവാക്കാം, നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒഴിവാക്കാം. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതിനൊരു ജെനറ്റിക്കൽ റിലേഷൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ അമ്മമ്മ അങ്ങനെ ആ ഒരു ഫാമിലിയിൽ, അതായത് ഗ്രാൻഡ് പാരൻസിൽ ആർക്കെങ്കിലും ഈ ജെനറ്റിക്കൽ ഒരു ഫാക്ടർ ഉണ്ടെങ്കിൽ നമുക്കത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ട്രിഗറിങ് ഫാക്ടേഴ്സ് മൂലം നമുക്ക് എന്താവാം, ഈ സോറിയാസിസ് വരാനുള്ള ചാൻസ് ഉണ്ട്.
സോ നമ്മൾ പറഞ്ഞു ചികിത്സാ രീതികൾ. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു, നമ്മൾ ആയുർവേദത്തിൽ ത്രിദോഷങ്ങളുടെ ഒരു ഇംബാലൻസ് കാരണവും ടോക്സിൻസിന്റെ അക്കമുലേഷൻ കാരണമാണ് മെയിനായിട്ടും സോറിയാസിസിന്റെ ആ ഫാക്ടറിനെ ട്രിഗർ ചെയ്യിപ്പിക്കുന്നത്. അപ്പം ഈ ദോഷങ്ങളെ അല്ലെങ്കിൽ വാതപിത്ത കഫങ്ങളെ ആദ്യം തന്നെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ടോക്സിൻസ് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പഞ്ചകർമ്മ തെറാപ്പി